അപ്പോൾ ഇന്ന് മറ്റൊരു താരത്തെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അണ്ടർ-19 വിഭാഗത്തിൽ പങ്കെടുത്ത മത്സര ഇനങ്ങളിലെല്ലാം ഗോൾഡ് മെഡൽ നേടിയ ഒരു അത്ലറ്റ്. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, 100 മീറ്റർ സ്പ്രിൻറ്റ്, റിലേ, അങ്ങനെ എല്ലാ മത്സരങ്ങളിലും അണ്ടർ-19 ബോയ്സിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് നാഷണൽ സെലക്ഷൻ കിട്ടിയ ഒരു വ്യക്തി നമ്മളോടൊപ്പമുണ്ട്, ഹനൂഫ് ഷഹസാദ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇതാണ് നമ്മുടെ ഹനൂഫ്. അപ്പോൾ ഹനൂഫിനോട് ചോദിക്കാം, ഹനൂഫ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. അമിനിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഹനൂഫ് ഇവിടെ വന്നിരിക്കുന്നത്. ഹനൂഫിൻ്റെ ശരിക്കുള്ള നാട് ഏതാണ്? കടുമത്താണ്. അവിടെ നിന്ന് ബാപ്പാക്ക് ജോബിൻ്റെ ട്രാൻസ്ഫർ ആയി അമിനിയിൽ പോയി. അമിനിയിൽ ഇപ്പോൾ ഏകദേശം എത്ര കൊല്ലമായി അവിടെ പോയി? 3 വർഷമായി. ഹാഷിം സാറിൻ്റെ അണ്ടറിൽ 3 വർഷം പ്രാക്ടീസ് ചെയ്ത് പോകാൻ അത്യാവശ്യം നല്ലൊരു പൊസിഷൻ എത്താൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കോച്ച് ഹാഷിം സാറാണ്. ഹാഷിം സാർ മികച്ചൊരു രീതിയിൽ നിങ്ങൾക്ക് കോച്ചിങ് തരുന്നുണ്ട്. ഹാഷിം സാർ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും എത്തില്ലായിരുന്നു. അപ്പോൾ അന്തർദ്വീപുകാരനാണ് അല്ലേ ഹാഷിം സാർ? അന്തർദ്വീപുകാരനായ നമ്മുടെ ഹാഷിം സാറിൻ്റെ കോച്ചിലൂടെയാണ് ഹനൂഫ് ഷഹസാദൊക്കെ ഇവിടെ എത്തിയതും അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഈ നല്ല മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്താണ് ഈ റിസൾട്ട് 4ലും ഗോൾഡ് നേടിയപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമെന്ന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു? ഒരു വേറെ ഫീലാണ്. അതെ, അതൊരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫീലാണ്. കാരണം നമ്മൾ 4 ഇവൻറ്റിന് പങ്കെടുക്കുന്നു, 4ലും ഗോൾഡ് നേടുന്നു, ഒപ്പം റിലേയിൽ പങ്കെടുക്കുന്നു, റിലേയിൽ ബ്രോൺസ് മെഡൽ നേടുന്നു, പിന്നെ ഗെയിംസിൽ ചില ഇവൻറ്റ്സുകളിൽ പങ്കെടുക്കുന്നു, അതിലും പൊസിഷൻ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു മികച്ച നേട്ടം തന്നെയാണ്. നമ്മുടെ ലക്ഷദ്വീപിന് അഭിമാനിക്കാവുന്ന ഒരു താരം കൂടിയാണ് നമ്മുടെ ഹനൂഫ്. അണ്ടർ-19 വിഭാഗത്തിൽ നാഷണൽ സെലക്ഷൻ നേടിയ പ്ലെയറാണ്. ഭാവിയിൽ എന്തെങ്കിലും ഈ അക്കാഡമിയുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ട്രെയിനിങ്ങോ കാര്യങ്ങളോ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മേഖലകളിൽ പോകുന്നുണ്ട്. എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ മറൈൻ എഞ്ചിനീയർ ആണ്, ബട്ട് സ്പോർട്സ് മിക്സ്ഡ് ആയിട്ട്. അതെ, സ്പോർട്സ് ഒരിക്കലും കൈവിടരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ചും നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചും കൊണ്ടും മെഡലുകൾ നേടാൻ നമ്മുടെ മുബസ്സിന മുഹമ്മദിനെ പോലെ ലക്ഷദ്വീപിലേക്കും അതുപോലെ ഇന്ത്യക്കും വേണ്ടി മെഡലുകൾ നേടാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകളിൽ എല്ലാവിധ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ഒരു ലക്ഷദ്വീപിന് അറിയപ്പെട്ട ഒരു അത്ലറ്റായി, ഇന്ത്യ അറിയപ്പെട്ട ഒരു അത്ലറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അവസാനമായി ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ, ഈ ഒരു നേട്ടത്തിൽ? സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, കൂടെയുള്ള 75 പേർക്കും, പിന്നെ ഹാഷിം സാർ, അത്യുല്ല കാക്ക, അങ്ങനെ കുറേ അസോസിയേഷൻ മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, പാരൻസ്, എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അപ്പോൾ ഹനൂഫ് ഷഹസാദ് പറഞ്ഞതുപോലെ എല്ലാവർക്കും, ഹനൂഫ് ഷഹസാദിനെ ഈ നിലയിൽ എത്തിച്ച എല്ലാവർക്കും നന്ദി ഞങ്ങളും മീഡിയ കമ്മിറ്റിയും അറിയിക്കുന്നു. ഇങ്ങനത്തെ ഒരു താരത്തെ വളർത്തിയെടുത്തതിൽ എല്ലാവിധ ആശംസകളും ഹനൂഫ് ഷഹസാദിനെ നേരുന്നു. ഭാവിയിൽ നല്ലൊരു താരമായി മാറട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.